ശേഷം നമ്മുടെ ക്ലൈമറ്റ് വലിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പ് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് നമ്മുടെ ആ ഒരു പറമ്പിൻ്റെ ഉള്ള വലിയ മരങ്ങൾ ഫുള്ള് കോതി ഇറക്കിക്കൊണ്ട് ഇവിടെ നല്ലൊരു തെളിച്ചം തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് മലകൾ കാണാൻ വേണ്ടി പറ്റില്ല. തൊട്ടടുത്തായിട്ട് പല മലകളും വരച്ച് വെച്ച പോലെ ആ മലയുടെ ചെറിയ ഒരു ഹൈറ്റ് ഇറക്കം വരെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് പോയിന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്നും നമുക്ക് നേരത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴ തന്നെയായിരുന്നല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിന് ശേഷമായിട്ട് നമുക്കിതാ ഒരു വലിയ വെള്ളച്ചാട്ടം അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ നമുക്ക് എത്രത്തോളം സൂം ആവുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് 1, 2, 3, 4 വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നല്ല അതായത് അത്യാവശ്യം നല്ല ഹൈറ്റിന്നായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. കാരണം അത്രയും ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒഴുകുന്ന ഒരു ഫ്ലോ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആകാശമൊക്കെ ആയാലും അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞു കിടക്കണം. അപ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ട് പ്രത്യേക വൈബ് തന്നെയാണേ. അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ആവണിക്കുട്ടിയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സലൂണിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഗൂളിക്കടവ് സലൂണിലാണ്. അപ്പോൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇപ്പം തന്നെ വെട്ടാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിനെ എടുത്തിട്ട് അവളുടെ അച്ഛനാട്ടോ ഇന്ന് മുടി വെട്ടാൻ വേണ്ടിയിട്ട് കസാരി കയറി ഇരിക്കുന്നുണ്ട്. ആളിതാ എണീച്ചിരിക്കുക കേട്ടോ. സാധാരണ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഹെയറൊക്കെ കട്ട് ചെയ്യാറുള്ളത് അവൾ ഉറങ്ങുന്ന ഒരു ടൈമിലാട്ടോ. കാരണം വരുന്നത് അവൾ കുഞ്ഞല്ലേ, ചിലപ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിട്ട് എങ്ങാനും പേടിയാട്ടോ. അതുകൊണ്ട് നമ്മൾ സാധാരണ എപ്പോഴും ഉറങ്ങുമ്പോഴാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ന് എന്താ അവസ്ഥ എന്ന് അറിയില്ല. അപ്പോൾ ആളിതാ നല്ല സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ ആ ഒരു മുടി വെട്ടുന്ന ആ ഒരു ചേട്ടനായാലും ആളുമായിട്ട് നല്ല കമ്പനിയുണ്ട്. അപ്പോൾ അത്രയും നല്ല ക്ലോസ് ആയതുകൊണ്ട് തന്നെ ആളും നല്ല ഹാപ്പി ആയിട്ട് നല്ല എന്താ പറയുക നല്ല കംഫർട്ടായിട്ടാട്ടോ അവളുടെ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് മുടി വെട്ടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളിന്ന് ഞങ്ങളുടെ ഹെയറിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കട്ടാണ് പരീക്ഷിക്കാൻ വേണ്ടി പോണത്. മാത്രമല്ല കേട്ടോ, നമുക്ക് അവിടെ നല്ല തണുപ്പൊക്കെയാണ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ മുടിയൊക്കെ വളർത്തുകയെന്നുണ്ടെങ്കിലും ആളുടെ തലയൊക്കെ കുളിപ്പിച്ചാലും മുടിയൊക്കെ ഉണങ്ങാൻ കുറച്ച് പാടാണ്. തണുപ്പും കൂടിയാണല്ലോ, പിന്നെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഹെയർ അത്യാവശ്യം നല്ല രീതിയിൽ കുറ്റിയായിട്ടാട്ടോ വെട്ടി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നോക്കി നല്ല സൈലൻ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയും നല്ല അനുസരണയോടെ ആൾ നിൽക്കുന്നു ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി കുറച്ചേരെങ്കിലും ഒന്ന് വലയുണ്ടാവുന്നതാണ് വിചാരിച്ചു. പക്ഷേ ഇതാ നല്ല അനുസരണയോടെ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഞങ്ങളിതാ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ഞങ്ങളിതാ മുടി വെട്ടലിൻ്റെ ഒരു ഫൈനൽ ഘട്ടം എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പകുതി മുക്കാലും ആൾ വെട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയായിട്ട് ആൾ വെട്ടുന്നത്. അപ്പോൾ ഏട്ടനായാലും അതുപോലെ നമ്മുടെ ആവണിക്കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ് ഹെയർ കട്ട് ചെയ്യാറുള്ളത്. ആളും നല്ല കമ്പനി ആയതുകൊണ്ടാ നോക്കി നമ്മുടെ ആവണിക്കുട്ടി നല്ല ആളെ കണ്ണാടിയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണാടിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എത്രത്തോളം വെട്ടിയെന്നും ഭംഗിയുണ്ടെന്നൊക്കെ ആളിങ്ങനെ നോക്കുവാണേ. അങ്ങനെ എന്താണ് നമ്മുടെ ആവണിക്കുട്ടിയുടെ ഹെയർ കട്ടിങ് ഇതാ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്ക് വെറും കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഹെയറിൽ. അതെന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈ 2 വര ഇടാൻ വേണ്ടിയിട്ടോ ഒന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ മുടി വെട്ടുന്ന മാമൻ ഞങ്ങൾക്ക് 2 വരയൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ ആളിതാ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് അവൾ കണ്ണാടിയിൽ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം മുടി കട്ട് ചെയ്തെന്നൊക്കെ തലയിലൊക്കെ തൊട്ട് നോക്കിയിട്ട് ഇടയ്ക്ക്. അങ്ങനെ എന്തായാലും ഇതാ ഹെയർ കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമായിട്ട്. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചിരുതാ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരയും ഇട്ട് കഴിഞ്ഞിട്ട് ഫുൾ കംപ്ലീറ്റ് ആയി തന്നെ പറയാം. അപ്പോൾ ഇനി ആ ഒരു ഹെയർ ഒക്കെ ഇങ്ങനെ ദേഹത്ത് പോയതൊക്കെ ആൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവായിട്ട് പിന്നെ ഞങ്ങൾ ചായം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഒരു ഹെയർ കട്ടിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞങ്ങൾ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ പറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഏട്ടൻ കുറച്ചേരായിട്ടോ പറമ്പിൽ പോയിട്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ കുറച്ച് പണിയൊക്കെ ആയിട്ട് പോയതാണ്. അപ്പോൾ കുറച്ചധികം നേരം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പണിയെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ ആവണിക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടേ. നമ്മളെവിടെ പോവാ നമ്മളെവിടെ പോവാ അച്ഛ താഴെ ഉണ്ട് എന്നാണ്ടോ ആൾ പറയണത്. അച്ഛടുത്ത് പോവാണോ? അപ്പോൾ ഇത്രയും നേരം നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകിട്ട് മഴയാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു മൂടലൊക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെന്താ നമ്മൾ മരുന്നും വളങ്ങളൊക്കെ കലക്കി ഒഴിക്കുന്ന ഒരു മോട്ടറിൻ്റെ സൗണ്ടാട്ടോ നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഏട്ടൻ ഇവിടെ നല്ല പണിയിലാണ്, കുറച്ച് നേരമായിട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ വളം കലക്കി ഒഴിക്കുക കേട്ടോ. വേറെ ഒന്നിനല്ല, നമ്മുടെ ഏലത്തിനാണ്. ഏലത്തിന് വളം കലക്കി ഒഴിക്കലായാലും മരുന്ന് കലക്കി ഒഴിക്കലായാലും ആ ഒരു പ്രോപ്പർ ടൈമിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ എടുക്കുന്ന ഒരു റിസൾട്ടും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിന് നമ്മളത് കൊടുക്കും കൂടി വേണം. അപ്പോൾ ഒരു ഡ്രം ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നോക്കി ഒരു കുളം ഉണ്ട്. അപ്പോൾ ഈ ഒരു കുളത്തിൽ ഇതാ ഫുള്ള് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വെള്ളം മാത്രമല്ല കേട്ടോ, അതിൻ്റെ അടിയിലും മീൻ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ കാണാം കേട്ടോ. കാരണം അവരെപ്പോഴും ഒന്നും പുറത്തേക്ക് വരില്ല കേട്ടോ, മേളിൽ കൂടെ ഒന്നും അങ്ങനെ വരില്ല. അപ്പോൾ ഒരു താഴെ അടിയിൽ ഇങ്ങനെ പൊടിച്ചിരിക്കാറാണ്. നോക്കി ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഉറവ് വെള്ളം വരുന്നതാണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വളം കലക്കി ഒഴിക്കലൊക്കെ അങ്ങനെ പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് യാതൊരു പഞ്ഞുമില്ല കേട്ടോ. കാരണം വെള്ളം ധാരാളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഏട്ടന് ഇവിടുന്ന് ഒന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് നോക്കി, പക്ഷേ മോട്ടറിൻ്റെ സൗണ്ട് കാരണം കേൾക്കാനും പാടായിരിക്കും. അപ്പോൾ മേളിലാണെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇവിടെ കാണാനില്ല എന്തായാലും. ഈ ഒരു മോട്ടറിൽ വെച്ചിട്ട് നമ്മൾ മരുന്നൊക്കെ അടിക്കുകയാണെങ്കിലും വളമൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല ഫോഴ്സിൽ തന്നെ നമുക്ക് പോകും. അതേപോലെ തന്നെ ആ ഒരു ഓസിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹാൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു ഹാൻഡിൽ നമുക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ മാനേജ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നേരിട്ട് അവിടെ മേളിൽ അടിക്കണം. അപ്പോൾ നമ്മൾ പോയി നോക്കി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ആവണിക്കുട്ടി ഇതാ വീഡിയോ എടുക്കലും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ ഉണ്ട് കേട്ടോ, ആളുടെ കയ്യിൽ ഞാൻ പിടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എവിടെയാണ് എന്ന് അറിയുന്നില്ല, നോക്കാം നമുക്ക്. എന്തായാലും ഈ ഒരു ഓസ് പോയിരിക്കുന്ന അതേ വഴിക്ക് പോകാം. അപ്പം എന്തായാലും ഈ ഒരു ഓസ് കിടക്കുന്നതിൻ്റെ ആ ഒരു ഓസിൻ്റെ ഒരു അറ്റത്തുണ്ടാവും ആളെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തായാലും മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ അതിങ്ങനെ മേളിലേക്കാട്ടോ ഓസ് വലിച്ചിരിക്കുന്നത്. എന്തായാലും മേളിൽ നിന്ന് അടിച്ചടിച്ച് താഴെ ഇറങ്ങാനുള്ള പരിപാടിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് അടിച്ചടിച്ച് മേളിൽ കയറുമെന്ന് പറയുമ്പോൾ പിന്നെയും കയറ്റം കയറണം. മറ്റേത് ഇറങ്ങി അടിച്ചടിച്ച് ഇറങ്ങി വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു ടാങ്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഒരു ഡ്രം ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു വഴി കൂടെ തന്നെ അങ്ങ് പതുക്കെ പോവാം. ഇങ്ങനെ മേളിലേക്കാണ് ഓസ് എന്തായാലും വലിച്ചിട്ടിട്ടുള്ളത്. നേരെ നമുക്ക് ഈ ഒരു ഓസ് കിടക്കുന്നതേ വഴിക്ക് പതുക്കെ പോവാം. ഇതാ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തെത്തി അല്ലേ ആവണി. ഇവിടെ വന്നപ്പോഴത്തേനും ആവണി ഇതാ ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയുടെ ഒരു ലക്ഷണം നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. മാത്രമല്ല ചെറിയ രീതിയിൽ മഴ ഒന്ന് പൊടിയാനും തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഏട്ടന് ഇവിടെ ഏലത്തിന് മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ മരുന്ന്. ആ ഒരു ടൈപ്പ് മരുന്നാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ എന്തായാലും മഴ പെയ്താലും അങ്ങനെ പെട്ടെന്ന് ഒളിച്ചൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ പകുതി ആയിട്ടുണ്ട് കേട്ടോ മേൽഭാഗത്ത്. അപ്പം ഇനി ഈ ഒരു മേൽഭാഗത്ത് ഫുള്ള് കഴിഞ്ഞിട്ട് വേണം ആളിന് താഴെ ഇറങ്ങിയിട്ട് അടിക്കും. അപ്പോൾ ഓസൊക്കെ രാവിലെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓസ് രാവിലെ വലിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മരുന്നടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. എന്നാലും ഞാൻ മരുന്നടിക്കട്ടെ. അതേപോലെ തന്നെ മഴ പെയ്തപ്പോഴേ നമുക്കിവിടെ ഒരുപാട് മഞ്ഞളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ആ മണ്ണിൻ്റെ അടി നിന്നിട്ട് ആ വെയിലൊക്കെ വന്നപ്പോൾ കുറേ ആ ഒരു തണ്ടൊക്കെ ഫുള്ളായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും നന്നായിട്ട് ഈ ഒരു ഭാഗത്ത് കുറേ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കിളക്കിയൊക്കെ ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇവിടെ ആദ്യമൊക്കെ ഒരുപാട് മഞ്ഞൾ കൃഷി പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ഞൾ അങ്ങനെ വലിയ രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചെയ്തുകൊണ്ട് ആ പഴയ വിത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കിളക്കിയൊക്കെ ചെയ്യുമ്പോഴേ പല സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ മഞ്ഞളുടെ കിഴങ്ങുകളൊക്കെ കാണാറുണ്ട് ആ ഒരു വിത്തൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി എടുപ്പോൾ തന്നെ അവിടത്തേക്ക് ഒരുപാട് കിടന്ന് മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഒരുപാട് മുളച്ച് വന്നിട്ട് പുതിയ നമ്മുടെ മഞ്ഞളുടെ ചെറുതും വലുതും ഒക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊത്തിപ്പറിക്കുകയാണെങ്കിൽ അത്യാവശ്യം മഞ്ഞൾ കിട്ടിയിട്ട് മതി നമുക്ക്. ഇപ്പോൾ നല്ല പഴക്കമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിയിലേക്ക് കിഴങ്ങ് ഇറങ്ങിയിട്ടുണ്ടാവും. മഞ്ഞളിലൊന്നും പിന്നെ നമുക്ക് അധികം വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ കേടും എനിക്ക് തോന്നുന്നത് വേറെ വിളകളൊക്കെ അപേക്ഷിച്ച് മഞ്ഞളൊക്കെ കേടൊക്കെ ഓൾമോസ്റ്റ് കുറവാണ്. നമുക്കിവിടെ ചെയ്തിട്ട് അങ്ങനെ നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് പോവുകയാണ്. കാരണം നമ്മൾ നേരത്തെ കൂട്ടിയുള്ള ആ ഒരു മരുന്ന് ഫുള്ള് കഴിഞ്ഞു. അപ്പം നല്ല നമുക്ക് അടുത്ത സെക്ഷൻ മരുന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ പോണത്. ഞാൻ വരുന്ന സമയത്ത് നന്നായിട്ട് മൂടി കെട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ക്ലൈമറ്റ് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ചേഞ്ച് ആയിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ട്. അതാണ് ഇവിടെ നമുക്ക് പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ക്ലൈമറ്റ്. അപ്പോൾ ഏത് സമയത്തും മഴയും നമുക്ക് പ്രതീക്ഷിക്കാം, ഏത് സമയത്തും വെയിലും പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മഴ നല്ല രീതിയിൽ എപ്പോൾ വരുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, ക്ലൈമറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ എന്നാലും പെട്ടെന്ന് നമുക്ക് നമ്മുടെ മരുന്നടിക്കലിൻ്റെ പണിയൊക്കെ തീർക്കാം. ചവറൊക്കെ ഇറക്കിയിട്ടുണ്ട്. താഴെ കൂടെയൊക്കെ ഒരുപാട് നമുക്ക് മരത്തിൻ്റെ ആ ഒരു കമ്പൊക്കെ കിടക്കുന്നുണ്ട്, ഒത്തിരി ഉണ്ട്. എന്നാലും ഇതൊക്കെ ഉണങ്ങുന്നതനുസരിച്ച് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ നമുക്ക് പറമ്പിൽ വരുമ്പോൾ നല്ല കാറ്റാട്ട്. ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് പറയണം, നല്ല കാറ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ
പതുക്കെ ഒന്ന് താഴേക്ക് പോട്ടെ കേട്ടോ. മേളിലേക്ക് കയറുന്ന പോലെ അല്ല കേട്ടോ, താഴേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. വേറെ നല്ല പെട്ടെന്ന് താഴെ എത്തിട്ടോ. മേളിലേക്ക് ആകുമ്പോൾ ചവിട്ടും കിട്ടില്ല, തെന്നലൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ പിന്നെ നല്ല തെന്നലായിരിക്കും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ കുത്തിനിറക്കായതുകൊണ്ട് വേഗം എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത കൂട്ടൊന്ന് കലക്കാട്ടോ ഡ്രമ്മിൽ. മഴയ്ക്ക് മുന്നായിട്ട് ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനം കേട്ടോ. അത്രയും ചെയ്യാൻ പറ്റിയതുകൊണ്ടൊരു സന്തോഷമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം എന്തായാലും നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവർ ബൈ.